ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ ദിവസം, എന്താണ് എനർജി, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസ്റ്റ് ചെയ്തിരിക്കുക, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് 9 ഓഫ് സോർഡ്സ് ആണ്. ഇത് പലവിധമായ കാരണങ്ങൾ കൊണ്ട് മാനസികമായി സമ്മർദ്ദപ്പെടുന്ന ഒരു കാർഡാണ്. ചിലപ്പോൾ ഇത് രാത്രിയിൽ കഴിഞ്ഞു പോയതായിരിക്കാം. രാത്രിയിൽ ഒരുപാട് മാനസികമായിട്ട് ചിന്തകൾ കൊണ്ട് അലട്ടപ്പെട്ട് ഉറങ്ങാതിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓവർ തിങ്ക് ചെയ്തതുകൊണ്ടാവാം, ഓവർ ടെൻസ്ഡ് ആയതുകൊണ്ടാവാം, പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാവാം മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുന്ന ഒരു എനർജിയാണ് 9 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തലയ്ക്ക് വേദനയോ തലയ്ക്ക് ഭാരം പോലെ തോന്നേ, പ്രഷർ തോന്നേ, അങ്ങനെയൊക്കെ തോന്നിയത് കൊണ്ടോ, അല്ലെങ്കിൽ പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് വയറുവേദനയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ എയിൽമെൻറ്റ്സ് കൊണ്ടും രാത്രി ഉറങ്ങാതിരിക്കുന്ന ഒരു എനർജിയാണ് 9 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി ഉറങ്ങാതിരുന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മൂഡ് സ്വിങ്സും ടെൻഷനും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു എനർജിയിൽ ചിലപ്പോൾ ഇന്ന് കുറച്ച് പേരുണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യമൊന്നുമില്ല, ഇന്നലെ സ്വപ്നം കണ്ടു അത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടു, ആ സമ്മർദ്ദത്തിനെ ഉറക്കത്തിലൂടെ നിങ്ങൾ അതിജീവിച്ചു, അത് കഴിഞ്ഞു. ഉറക്കം ഒരു വലിയ ഹീലിംഗ് ആണ്. നമ്മൾ കുറേ പെയിൻ അനുഭവിക്കുന്നപ്പോൾ ഭയങ്കര തലവേദനയൊക്കെ ആയിട്ടാണ് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതെങ്കിൽ രാവിലെ ആകുമ്പോൾ നമുക്ക് ആ പെയിൻ ഉണ്ടാവാറില്ല. ബിക്കോസ് ഉറക്കം നമ്മളെ ഹീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ടൈം ഹീൽസ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ ഉറക്കവും നന്നായിട്ട് ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞു പോയതിൻ്റെ ഓർത്തിന് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞു പോയി, നമുക്ക് പാസ്റ്റിൽ പോയിട്ട് അതൊന്നും തിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുക. അതിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, എന്ത് റെക്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് പറയുന്നത്. 9 ഓഫ് സോർഡ്സ് ഇന്നും കുറച്ച് മാനസികമായിട്ട് സംഘർഷമുള്ള, അല്ലെങ്കിൽ ഇന്നലെ ചെയ്തു പോയ ചില കാര്യങ്ങൾ ഓർത്ത് റിഗ്രറ്റ് അനുഭവിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് കേട്ടോ. പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു എനർജിയൊക്കെയാണ്. അത് പറ്റിപ്പോയല്ലോ, സംഭവിച്ചു പോയല്ലോ, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓർക്കുന്ന ഒരു റിഗ്രറ്റ്ഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ് 9 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. സെക്കൻഡ് കാർഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങൾ അകമഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും ചിലപ്പോൾ മറ്റുള്ളവരോട് കടം വാങ്ങിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാർഡാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ജനറസ് ആയിരിക്കുക എന്നാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ധാരാളമായിട്ട് പണം വരും, നിങ്ങൾക്ക് ധാരാളം പണം കിട്ടും. ആ കിട്ടുന്ന പണത്തിനെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ചിലപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ പൊടിച്ച് കളയുന്ന പൈസ ഉണ്ടല്ലോ, നമ്മൾ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കുക എന്നൊക്കെ പറയുന്നത്, നിസ്സാരമായിട്ട് നമ്മൾ വെറുതെ സ്പെൻഡ് ചെയ്ത് കളയുന്ന പൈസയില്ലേ, ആ പൈസയൊക്കെ ചിലപ്പോൾ അത്രയും പൈസ കൊണ്ട് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റും കാണും. അപ്പോൾ നമുക്ക് മനസ്സ് വേണമെന്നുള്ളതാണ് അതിനകത്തെ കാര്യം. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ്. നമ്മൾ ചെയ്തിട്ടുള്ള കാർമികമായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ളവർ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. പണം ധാരാളം നിങ്ങളിലേക്ക് വരും, അതിനനുസരിച്ച് നിങ്ങൾ ജനറസ് ആയിരിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ പെന്നിയും നിങ്ങൾ അർഹതപ്പെട്ട ആളുകളിലാണോ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് റിസ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പണത്തിനെ അവഹേളിച്ചുകൊണ്ട് പണം അവിടെ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ 6 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം യൂസ് ഇറ്റ് വൈസ്ലി എന്നാണ്. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം മാത്രം പണം വിനിയോഗിക്കുക. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ബാഡ് കർമ്മ കൊണ്ട് പിന്നീട് നമ്മൾ തെറ്റ് അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് വരരുത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് കാര്യങ്ങൾ ഒരു ബാലൻസിലേക്ക്, ഒരു കോംപ്രമൈസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നാണ്. അർഹതയുള്ളവർക്കും കൂടി കൊടുക്കുക. അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുതെന്നല്ല, അർഹതയില്ലാത്തവർക്കും വേറൊരു തരത്തിൽ ചിലപ്പോൾ അർഹത ഉണ്ടാകും, നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അർഹതയുള്ളവരിലേക്ക് എത്തട്ടെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടവർക്ക് തന്നെയാണോ എത്തുന്നത് എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇന്ന് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെന്നാണ് കേട്ടോ. ദെൻ 4 ഓഫ് കപ്സ് ആണ്. നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യത്തെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ മടുത്ത് എനിക്കങ്ങ് വയ്യ, ഇനി എനിക്കിത് വയ്യ എന്ന് നമ്മൾ പറയത്തില്ലേ, ആ എനർജിയാണ് 4 ഓഫ് കപ്സ്. മടുത്തിരിക്കുക എന്നാണ്. ചിലപ്പോൾ ഓവറായിട്ട് ജോലി ചെയ്തതുകൊണ്ട് മടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നതും അതിനെ ഓർത്ത് ഇനി വേറൊന്നുകൂടി താങ്ങാൻ വയ്യ എന്ന് വിചാരിക്കുന്നതും ആയിരിക്കാം.
ചിലപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതായിരിക്കും. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഇരിക്കുന്ന ഒരു എനർജിയാണത്. അതായത് ധ്യാനത്തിലിരിക്കുന്നത് പോലെ, അതായത് മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ട് ധ്യാനത്തിലിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകപ്പെടെ ഒറ്റപ്പെട്ടിട്ടിരിക്കുന്ന ഒരവസ്ഥ. അതൊക്കെയാണ് 4 ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ പാസ്റ്റിലുള്ള ചില കാര്യങ്ങളെ പുതിയ കാര്യങ്ങളായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് അതായിരുന്നു മികച്ചതെന്ന് വിചാരിച്ച് പുതിയ കാര്യങ്ങളെ മാറ്റി, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. കമ്പാരിസൺ ആണ് കേട്ടോ. ദെൻ ക്വീൻ ഓഫ് വാൺസ് ആണ്. നിങ്ങൾ ചില കാര്യങ്ങളെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ തീരെ ശ്രദ്ധിക്കാതെ മറ്റെന്തിലൊക്കെയോ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് വാൺസ്. അതുപോലെ നിങ്ങൾ ഒരു മദർലി അഫെക്ഷനോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നു, ഹീൽ ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകൾ മറ്റൊരു തലത്തിലേക്ക് തന്നെ പോകുന്നു. മറ്റുള്ളവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, അവരെ വഴിതിരിച്ചു വിടാൻ നിങ്ങൾ സഹായിക്കുക. ഇതൊക്കെയാണ് ക്വീൻ ഓഫ് വാൺസ് പറയുന്നത്. പ്രത്യേകിച്ചും എന്തിനാണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിൽ ശ്രദ്ധിക്കാതെ മറ്റു പല കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുകയും എങ്ങോട്ടാണോ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ പ്രശസ്തരാവുകയൊക്കെ ചെയ്യുന്ന എനർജിയാണിത്. 8 ഓഫ് വാൺസ് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്നാണ്. നിങ്ങളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇത് മോസ്റ്റ്ലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന കാർഡാണ്. അതുപോലെ ഒരു യാത്രയുടെ കാർഡ് കാണുന്നുണ്ട്. അതുപോലെ എയർ ട്രാവലിൻ്റെ കാർഡ് കാണുന്നുണ്ട്. യാത്ര ചെയ്ത ആരെങ്കിലുമൊക്കെ വിദേശത്തേക്കോ വിദേശത്തുനിന്ന് നാട്ടിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിക്കാര്യമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ പാസ്സായി എന്നുള്ള നല്ല വാർത്തയായിരിക്കാം. എന്തോ ഒരു നല്ല വാർത്ത നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ എയർ ട്രാവൽ ഞാൻ പറഞ്ഞു, യാത്ര പറഞ്ഞു, മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ഒരു ദിവസം എന്നാണ്. അതുപോലെ നടക്കില്ല എന്ന് വിചാരിച്ച് നിശ്ചലമായി പോയി ഒരനക്കവും ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് റിജുവനേറ്റ് ചെയ്യുന്നതും നിങ്ങളിലേക്ക് ആക്ഷൻ എടുത്ത് വരുന്നതും ഒക്കെയാണ്. നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് 8 ഓഫ് വാൺസ് പറയുന്നത് കേട്ടോ. ചലനത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ്. അതുപോലെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതിൻ്റെയൊക്കെ എനർജിയാണേ. 5 ഓഫ് വാൺസ് വഴക്കാണ്. മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുക, വഴക്കുണ്ടാവുക, ചുറ്റുമുള്ള ആളുകളുമായിട്ട് അങ്ങനെ കലബല കൂട്ടി വഴക്കുണ്ടാക്കുന്ന ഒരു എനർജിയാണ് 5 ഓഫ് വാൺസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളാണ്, കാരണം അവരുടെ മുഖം നമുക്കറിയാം. അവരോട് നമ്മൾ വഴക്കുണ്ടാക്കുന്ന എനർജിയാണ്. അതായത് നമ്മുടെ ആശയം അവർ സമ്മതിക്കാത്തതുകൊണ്ട് ഇത് ഭയങ്കര കോൺഫ്ലിക്റ്റ് അല്ല. ചിലപ്പോൾ ഇതൊരു ഫണ്ണിയായിട്ട് എടുത്താലൊക്കെ മതി. എന്നാലും നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുള്ളവരോട് നമ്മൾ മധുരമായ പ്രതികാരം ചെയ്തിട്ടില്ലേ, ചിലപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിൽ കടുത്ത വഴക്കുകളും ആകാം. 2 ചോയ്സും ഉണ്ട്. ഇതെന്നാന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ ഏറ്റവും വേദനിപ്പിക്കാൻ പറ്റുന്നത് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നുള്ള ചതിയാണ്. അത്തരത്തിലുള്ള ആളുകൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യുന്ന കാർഡാണ് ഇത്. ഇമോഷണലി നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്യും. അതാണ് പ്രശ്നം. ഇമോഷണലി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അവിടെ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. 2 ഓഫ് വാൺസ് ഇത് ശരിക്കും ഇന്നലെ വല്ലതും വഴക്കുണ്ടായ ഒരു കാർഡാണ്. ഈ ഫോൺ വിളിച്ചൊക്കെ വഴക്കുണ്ടാകുന്ന കാർഡാണ്. ഇവിടെ 8 ഓഫ് വാൺസ് കമ്മ്യൂണിക്കേഷനാണ്, 2 ഓഫ് വാൺസ് കമ്മ്യൂണിക്കേഷനാണ്, 5 ഓഫ് വാൺസ് ചുറ്റുമുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ ഒരു വഴക്ക് എന്തെങ്കിലും കാണുന്നുണ്ട്. വഴക്കിടുന്നതായിട്ടും നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണോ അവിടെ നിങ്ങളൊരാളെ കാണാൻ നോക്കിയിരിക്കുന്നതാണ്. അയാളുടെ ലാസ്റ്റ് സീൻ ഓൺ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് പ്രൊഫൈൽ വരുന്നുണ്ടോ, പിന്നെ എന്തൊക്കെ കാണാൻ പറ്റും, സ്റ്റേറ്റസ് മാറുന്നുണ്ടോ, അങ്ങനെ അപ്ഡേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുന്നതാണ്. ചിലപ്പോൾ ഇയാളെക്കുറിച്ച് നമുക്ക് വേറെ ബോർഡ്സ് ഒന്നും അറിയാൻ പറ്റുന്നുണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ അവരെ നോക്കിയിരിക്കുന്ന ഒരു കാർഡാണ് ഈ 2 ഓഫ് വാൺസ്. സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരാളെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ സെർച്ച് ചെയ്തിരിക്കുന്ന കാർഡാണ് 2 ഓഫ് വാൺസ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നു. നിങ്ങൾ കൂടുതൽ സമയം മൊബൈലിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതായിട്ടും ആരെയും ഒരാൾ ചേസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഒരു എനർജിയാണ് 2 ഓഫ് വാൺസ്. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് പല സോഴ്സിൽ നിന്ന് പണം വരുമെന്നാണ്. പല സോഴ്സിൽ നിന്ന് പണം വരും. ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്. ഫാമിലിയിലേക്കും ഫാമിലിക്ക് വേണ്ടിയും പണം സ്പെൻഡ് ചെയ്യാനും പണം ഇൻവെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. വീട്ടിൽ നിന്ന് പണം വരാനും വീട്ടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ധാരാളം പണം വരാനും ധാരാളം പണം തിരിച്ച് റീപേയ്മെൻ്റ് ആയിട്ടും EMI ആയിട്ടൊക്കെ പോകാനും സാധ്യതയുണ്ട്. ഇത് പല സോഴ്സിൽ നിന്ന് പണം വരുന്നതിൻ്റെ എനർജിയാണ് കേട്ടോ ഫിനാൻഷ്യൽ അബണ്ടൻസ്. ഇത് ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾ തമ്മിൽ തന്നെ ഒരു കശപിശ വഴക്കൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തേർഡ് പാർട്ടി ആയിട്ട് ആളുകളുടെ എൻട്രി ഉണ്ട്. ആ ആളുകൾ
നിങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. അവരുടെ ഒരു കണ്ണുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, കാലം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെല്ലാം നമ്മൾ തന്നെ മുന്നേ ചെയ്തിട്ടുള്ള കർമ്മയുടെ ഫലമാണ്. അപ്പോൾ കാലം തിരിഞ്ഞു വരുമ്പോൾ നമ്മളതൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നല്ലത് ചെയ്താൽ കാലം നമുക്ക് നല്ലത് കൊണ്ടുതരും, ചീത്ത ചെയ്താൽ കാലം നമുക്ക് ചീത്ത കൊണ്ടുതരും. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഇതൊരു വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, ഭാഗ്യത്തിൻ്റെ കാർഡാണ്. നമ്മളിലേക്ക് ഭാഗ്യം വന്ന് ചേരുന്നു എന്നാണ്. ലോട്ടറി അടിക്കാനും ചിട്ടി അടിക്കാനൊക്കെ സാധ്യതയുള്ളൊരു എനർജിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് നല്ല നല്ല സമയങ്ങളിൽ വരാൻ പോകുന്നതാണ്. നല്ല ഭാഗ്യമുള്ള ദിവസമാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ധാരാളം പണമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, സൗഭാഗ്യങ്ങളായിട്ട് സന്തോഷമായിട്ടൊക്കെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എനർജി ഹൈ ആക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സൊക്കെ നീക്കി. 9 ഓഫ് സോഡ് ലോവർ എനർജിയാണ്, ഉറക്കം പോലും ഇല്ലാതെ നിങ്ങൾ ഇരിക്കുവാണ്. അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും നിങ്ങൾക്ക് ലോ പ്രഷർ ആയിരിക്കും, തലവേദനയായിരിക്കും, നിങ്ങൾക്ക് മൊത്തത്തിലൊരു കിളി മാറിയ അവസ്ഥയായിരിക്കും. ഇത് 4 ഓഫ് കപ്സ് ധ്യാനനിമഗ്നനായിരുന്ന ഒരു എനർജി സീക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആശയക്കുഴപ്പത്തിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക, നിരാശപ്പെട്ടിരിക്കുക, മടുത്തു എന്ന് വിചാരിക്കുക, അതിൻ്റെയൊക്കെ എനർജിയാണ് 4 ഓഫ് കപ്സ്. ഇവിടെ ചിലപ്പോൾ ഡ്രങ്കൻ സ്റ്റേറ്റിൻ്റെ, അതായത് വെള്ളം അടിച്ചിട്ടൊക്കെ കിളി മാറിയിരിക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജിയെ കാണുന്നുണ്ട്. പിന്നെ ഉള്ളതെല്ലാം പോസിറ്റീവ് കാർഡ്സാണ്. പിന്നെ ഉള്ളത് വന്നതെല്ലാം നല്ല സൂപ്പർ കാർഡ്സാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ലോവർ എനർജി മാറ്റി ഹയർ എനർജി ആക്കുക. ഈ ലോവർ എനർജിയിൽ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളും അങ്ങനെയുള്ള സംഭവങ്ങളും മാത്രമേ നമ്മുടെ അടുത്തേക്ക് വരത്തുള്ളൂ. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരാളോട് ഒരു പ്രശ്നം പറയുവാണ്, എനിക്ക് ഇന്നിങ്ങനെ പറ്റി അങ്ങനെ പറ്റി, അതേപോലത്തെ ഒരു പ്രശ്നം അവർക്കും പറയാനുണ്ടാവും. എന്തുകൊണ്ടാണ്? ഈ സെയിം വൈബ്രേഷനുള്ള ആളുകളെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ എന്ത് കഥ പറയുന്നോ അതിന് അതേപോലത്തെ ഒരു കഥയായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത്രയും സിമിലർ ആയിരിക്കും നമ്മുടെ വൈബ്രേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുക. അപ്പോൾ അത്രയും ഉയർന്ന ചിന്താഗതിയിലും ഉയർന്ന വൈബ്രേഷനിലുള്ള ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരും. നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരും, നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും, നമ്മുടെ സ്പിരിച്വൽ വേയിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ എനർജി മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയൊന്നും അല്ല നമ്മളിരിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം നെഗറ്റീവായിട്ടൊരു കാര്യമില്ല, അതിനെ നമ്മളാണ് പോസിറ്റീവാക്കി നമ്മുടെ ലൈഫിനെ ഫ്രൂട്ട്ഫുൾ ആക്കേണ്ടത് കേട്ടോ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് എല്ലാവരോടും തോന്നുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരാളായിരിക്കാം കേട്ടോ. ഒരാളോട് നിങ്ങൾക്ക് അമിതമായ സ്നേഹം തോന്നുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക്. നിങ്ങൾ ഫോൺ വിളിച്ച് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ സംസാരിച്ച് വഴക്കുണ്ടായിട്ടുള്ളതാവാം. അവിടെ വഴക്കിൻ്റെ കാർഡുകൾ, 2 കമ്മ്യൂണിക്കേഷൻ്റെ കാർഡിനിടയ്ക്ക് വഴക്കിൻ്റെ കാർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അല്ലെങ്കിൽ പറഞ്ഞതിലുള്ള മിസ്റ്റേക്കോ മനസ്സിലാക്കിയതിലുള്ള മിസ്റ്റേക്കോ ഒക്കെ കൊണ്ട് നിങ്ങൾ പരസ്പരം ഇഷ്ടത്തിലുള്ള ആളുകൾക്കിടയിൽ വഴക്കുണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടെ വന്ന 5 ഓഫ് വാണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്നേഹമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പ്രകടിപ്പിച്ചാൽ ഞാൻ ചെറുതായി പോയാലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്, വളരെ സ്നേഹമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കത്തില്ല. കാരണം നിങ്ങൾ തന്നെ 100 പ്രശ്നങ്ങൾക്കുള്ളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയും പ്രശ്നം എടുത്ത് വെക്കാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങൾ അതൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടൂ. വഴക്ക് കൊടുത്താൽ വഴക്ക് കിട്ടും, ദേഷ്യം കൊടുത്താൽ ദേഷ്യം കിട്ടും, വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് കിട്ടും. അപ്പോൾ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചും കിട്ടും. ഓട്ടം വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ്. അപ്പോൾ ഒരു വളരെ ഇന്നസെൻ്റായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഒരു പുതിയ തുടക്കം പോകാൻ പറ്റും. നിങ്ങൾക്കൊരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു തീർത്ഥാടനമായിരിക്കാം, ഒരു ട്രിപ്പായിരിക്കാം. വളരെ പെട്ടെന്നൊരു ഷോർട്ട് നോട്ടീസിൽ നിങ്ങൾ ഇട്ടിരുന്ന ഉടുപ്പും 1-2 ഡ്രസ്സ് പാക്ക് ചെയ്തിട്ട് ട്രിപ്പ് പോകത്തില്ലേ, അത്തരത്തിലുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ട്രിപ്പ് പോകുന്ന പോലെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു തീർത്ഥാടന യാത്രയ്ക്ക് പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ കാഷ്വലായിട്ടാണ് പോകുന്നത്. നിങ്ങൾ പാസ്റ്റിലുള്ള ഒരുപാട് ട്രോമാസിനെ എല്ലാം ഒഴിവാക്കി ഒന്ന് റിജുവനേറ്റ് ചെയ്യപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണെന്ന്, റിഫ്രഷ്ഡ് ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ഒരു യാത്ര പോകുന്ന എനർജിയാണ് ഈ പറഞ്ഞ ഫുൾ കാർഡ്. ഇന്ന് ആരൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ പുതിയ തുടക്കമാണെന്നാണ് പറയുന്നത്. വളരെ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.